ഹരിപ്രസാദിന്റെ അരികിൽ നിന്നും സുപ്രിയയെ വിളിച്ച് വീട്ടിലെത്തുന്ന രവികുമാറും ജലജയും. ഹരിയോട് തനിക്കൊന്നും തുറന്നു പറയാൻ കഴിയാത്തതിൽ സുപ്രിയ അച്ഛനോടും അമ്മയോടും ദേഷ്യപ്പെടുന്നു. മക്കളുടെ ഭാവിയുടെ കാര്യത്തിൽ അച്ഛനമ്മമാർക്ക് ചില തീരുമാനമെടുക്കേണ്ടി വരുമെന്ന രവികുമാറിന്റെ വാക്കിൽ സുപ്രിയയ്ക്ക് അമർഷം. പഴയ ഓർമ്മകളെല്ലാം മറന്ന് സുപ്രിയയെ വിവാഹം കഴിച്ച് നല്ല രീതിയിൽ ജീവിക്കണമെന്ന് നന്ദന ഹരിപ്രസാദിനോട് പറയുന്നു. മീനത്തേലും കാർത്തികേയനെയും കുന്നത്തൂർ കോവിലത്തെത്തുന്നു. ഉദയനെ അന്വേഷിക്കുന്ന മീനത്തേലിൽ കാർത്തികയ്ക്കും യതീന്ദ്രനും സംശയം. വീണ് കിട്ടിയ ഇരയിൽ നിന്നും രഹസ്യങ്ങൾ പിടിച്ചെടുക്കണമെന്ന് കാർത്തിക യതീന്ദ്രനോട്. കാർത്തികേയനിൽ നിന്നും പലതും ചോദിച്ചറിയാനുള്ള ശ്രമവുമായി കാർത്തിക. ന്യൂസ് പിടിക്കാനുള്ള തന്ത്രം വിലപ്പോവില്ലെന്ന മീനത്തേലിന്റെ വാക്കിൽ കാർത്തികയ്ക്ക് ദേഷ്യം. ഇനി തുടർന്ന് കാണുക. അതെ പ്രഭാകര, ഇത്രയും ക്ഷണക്കത്ത് ഞാൻ അയച്ചോളാം. അഡ്രസ് എല്ലാം കറക്റ്റ് അല്ലേ? പിൻകോഡ് സഹിതം എഴുതിയിട്ടുണ്ട്. ഓ, പോസ്റ്റ് മാസ്റ്റർ ആയിരുന്നല്ലോ. പിൻകോഡ് എഴുതാതെ വിടുവോ? അച്ചോട്ടിന് പ്രത്യേകമായിട്ട് ആരെയും വിളിക്കാനില്ലേ? ഉണ്ടോന്നോ? എന്റെ കൂടെ പട്ടാളത്തിലും NCCയിലും ഉണ്ടായിരുന്ന ഒരു കുരുവിള സാറുണ്ട്. പുള്ളിയെ മാത്രമേ ഞാൻ ക്ഷണിക്കുന്നുള്ളൂ. ഇപ്പൊ പീരുമേട്ടിലാ താമസം. എന്നാ അതങ്ങ് ക്ഷണിച്ചേക്ക്. കഴിഞ്ഞന്നേ. അത് ശരി. ഫോണും ചെയ്തു, കുറി അയച്ചു. ഞങ്ങള് നാളെ തൊട്ട് ക്ഷണിക്കാൻ ഇറങ്ങാം. ആയിക്കോട്ടെ, ഇപ്പോഴേ വൈകി. അത് രാവിലെ ഇറങ്ങാം. ഒരു 11 മണിയാകുമ്പോഴേക്കും വെയിലങ്ങ് മൂക്കും. പിന്നെ ഒരു രക്ഷയില്ല. അതെ അതെ. ഇയാളിവിടെ ഉണ്ടായിരുന്നു. എന്തൊക്കെയാവുക പരിപാടികള്? നിങ്ങൾ 3 പേരും ചേർന്ന് ആവശ്യത്തിലധികം പരിപാടികൾ ഒപ്പിക്കുന്നുണ്ടല്ലോ. ഞാനായിട്ട് ഇനി എന്ത് ചെയ്യാനാ? ഇവനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. നിർത്ത് പ്രഭാകര. കുറെ ദിവസം കൂടി കഴിഞ്ഞ ഇവന്റെ കല്യാണമാ. ഒരു പെണ്ണിന്റെ ഭർത്താവാകാൻ പോകുക അവൻ. അതായത് കുടുംബനാഥൻ. ഇടൂ, തന്നോളമായാൽ താനെന്ന് വിളിച്ചില്ലേ തന്നെ താനെന്ന് വിളിക്കുന്നൻ മകൻ. എങ്ങനെ അങ്ങനെ? അങ്ങനെ അങ്ങനെ അങ്ങനെ. അതുകൊണ്ട് അച്ഛനും മകനും തമ്മിലുള്ള ഈ പേച്ച് അങ്ങ് നിർത്തുന്നതാ നല്ലത്. ഹരിയോടും കൂടിയായി പറഞ്ഞത്. തൊട്ടതിനും പിടിച്ചതിനുള്ള ദേഷ്യപ്പെടുന്ന അച്ഛനാ. അതിന് നീ തൊടാനും പിടിക്കാനും പോയിട്ടല്ലേ? സുല്ലേ സുല്ല്, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എന്റെ പേര് അച്യുതനൊന്നും അല്ല. അച്യുതട്ട് മൈൻഡ് ചെയ്യാനൊന്നും പോണ്ട. കൊച്ചു കുട്ടികളൊന്നുമല്ല രണ്ടുപേരും. അത് തന്നെയാ പ്രശ്നം. കുഞ്ഞുങ്ങളായാൽ കുരുത്തക്കേട് കാണിക്കുന്നതിന് ഈർക്കിലി എടുത്ത് ചന്തിക്കിട്ട് 2 കൊടുക്കായിരുന്നു. ഇത് അച്ഛന്റെ മോന്റെ കുരുത്തക്കേടെന്ന് വെച്ചാൽ അൺലിമിറ്റഡ് അല്ലേ? ഹരി, നീ ഈ കല്യാണത്തിന് ആരെങ്കിലും ക്ഷണിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറ. ഞാനാരെയും വിളിക്കരുതെന്ന് അമ്മയ്ക്ക് നിർബന്ധമുണ്ടോ? ദേ, അച്ഛനോട് ചോദിക്കുന്ന പോലുള്ള ചോദ്യം എന്നോട് വേണ്ട കേട്ടോ, പറഞ്ഞേക്കാം. എന്നാ പറയാം. ഓഫീസിലെ മുഴുവൻ സ്റ്റാഫും, പിന്നെ നേരത്തെ ജോലി ചെയ്ത സെക്ഷനിലെ കുറച്ച് പേര്, പിന്നെ നാട്ടിലുള്ള കൂട്ടുകാര്, അത്രയും പേരെ ഞാൻ വിളിക്കുന്നുണ്ട്. എന്താ അത്രയും പേര് വരുന്ന അധികമാവോ? അധികോ? നിന്റെ കല്യാണത്തിന് നിനക്ക് താല്പര്യമുള്ളവരെയല്ലേ ക്ഷണിക്കേണ്ടത്? ഇവൻ നമ്മളെ കളിയാക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായില്ലേ രേണുകെ? ഒരൊറ്റ ആളിനെ പോലും ഇവന്റെ കല്യാണത്തിന് വിളിക്കാൻ പോണില്ല. അതാ ഇവൻ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം. അല്ല അച്ഛാ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ. ഞാൻ കുറച്ചു പേരുടെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ആരും ഒഴിവായി പോകാതിരിക്കാൻ വേണ്ടിയാ. എത്ര പേരുണ്ടടാ ഹരി? ഒരു 10-20 പേര്. 10-20 പേരോ? അതെ. ആദ്യത്തെ പേര് ഉദയവർമ്മ, അത് കഴിഞ്ഞ് നന്ദന. അവരെ പ്രത്യേകം നേരിട്ട് വീട്ടിൽ ചെന്ന് തന്നെ ക്ഷണിക്കണം. പ്രഭാകരനിപ്പോ എന്ത് പറയുന്നു? എനിക്കറിയായിരുന്നു ഇവൻ അവസാനം നമ്മളെയൊക്കെ ഒന്ന് ഞെട്ടിക്കുമെന്ന്. അയ്യോടാ രേണുക, ഇത് കേട്ടല്ലോ. അച്ഛനും കൊള്ളാം, മോനും കൊള്ളാം. അടുത്ത ബുധനാഴ്ച സ്വർണം എടുക്കാൻ പോകുന്നുണ്ട്. ഹരി വരുന്നില്ലേ? ബുധനാഴ്ച? എടാ, നല്ല ദിവസം നോക്കിട്ടാണുണ്ടാത്. അന്ന് കൊള്ളാത്രേ. കതിർ മണ്ഡപത്തിൽ വെച്ച് സുപ്രിയ അണിയിക്കാനുള്ള മാലയാണ് പ്രധാനമായിട്ട് വാങ്ങിക്കേണ്ടത്. ഗംഭീരമായിരിക്കണം മാല. നല്ല തൂക്കവും വലിപ്പവും വേണം. അച്ചുതട്ടൻ കൂടിയല്ലേ ജുവലറി പോകാൻ വരുന്നത്? നല്ലതപ്പം തിരഞ്ഞെടുക്കാലോ. അല്ല, അപ്പൊ ഞാൻ പറഞ്ഞോ? നിങ്ങള് ഭാര്യയും ഭർത്താവും മതിയല്ലോ.
3 പേര് ഒരുമിച്ച് ഒരു നല്ല കാര്യത്തിന് പോകണ്ട. 3 പേരോ? 4 പേരില്ലേ? 4 പേരോ? എന്നെ എന്താ ഒഴിവാക്കിയോ? അതോ സ്വർണം വാങ്ങിക്കാൻ ഞാൻ വരണ്ടെന്നുണ്ടോ? അല്ല, നീ ഞങ്ങളുടെ കൂട്ടത്തിൽ വരാൻ തന്നെയാണോ ഹരി പറയുന്നത്? അതേലോ. ഇനി ബുദ്ധിമുട്ടാണെ പറഞ്ഞാ മതി, ഞാൻ ഒഴിവായേക്കാം. എന്നാ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ചേട്ടാ, സ്വർണം വാങ്ങിക്കാൻ നീ വരുന്നില്ലെന്നെങ്ങാനും പറഞ്ഞാ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായോ? എന്നാൽ ഇവനിതെന്താ ഒരു മനമാറ്റം? എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മറ്റേ സംഭവാ, കർട്ടൻ റൈസർ. എന്തോന്ന്? സുപ്രിയെ കണ്ട് സംസാരിച്ചതിന്റെ ആഫ്റ്റർ എഫക്റ്റ്. നിങ്ങൾ നോക്കിക്കോ, ഇവനെ ആ കൊച്ചു മാറ്റിയെടുക്കും. അപ്പോഴേ സമയം ഒരുപാടായി. ഞാനങ്ങ് ഇറങ്ങാം. സമയമല്ലേ? പോസ്റ്റ് ഓഫീസ് അടയ്ക്കോ? ഇത് ഞാൻ പോസ്റ്റ് ചെയ്തോളാം. ലൈലേ, എടി ലൈലേ, ഫോൺ അടിക്കുന്നത് കേൾക്കുന്നില്ലേ? അനീഷേട്ടനാണ് പോലും. ഹലോ. നിന്റെ ഒച്ച എന്താ പുറത്തേക്ക് വരില്ലേ? ഈ ആലോചിക്കുന്ന ഒരു ജീവനുമില്ലല്ലോടി. ലൈലേ, ഹലോ. എടി, അമ്മ എടുത്തുണ്ടോ? എന്നാ നീ മിണ്ടണ്ട, ഞാൻ അങ്ങോട്ട് പറയുന്നത് കേട്ടാ മതി. ഈ വനവാസം മടുത്തെനിക്ക്. അതെ, ഞാൻ അങ്ങോട്ട് വരാൻ പോവാ. എങ്ങനെയെങ്കിലും എന്നെ കേസിൽ നിന്ന് ഊരിയെടുക്കണം. നീ വലിയ ഓട്ടോ മുതലാളിയുടെ മോളല്ലേ? അമ്മയാണോ വലിയ ചിട്ടിത്തലയാളും? അമ്മായിയമ്മ പനക്കിലെ സുമിത്ര തങ്കച്ചി. അങ്ങനെയുള്ള നീ വിചാരിച്ചാ നിന്റെ ഭർത്താവിനെ കേസിൽ നിന്ന് ഊരിയെടുക്കാൻ പറ്റില്ലേ? എടി, അമ്മ അടുത്തുനിന്ന് പോയില്ലേ? എടി, ഇല്ലെങ്കിൽ നിനക്ക് അവിടുന്ന് മാറി നിന്ന് സംസാരിച്ചൂടെ? ഫോൺ അവിടെ കെട്ടി ഉറപ്പിച്ച് വെച്ചിരിക്കൊന്നും അല്ലല്ലോ. ലൈലേ, എടി, നിനക്ക് എന്നെ കാണണമെന്നൊന്നും ഇല്ലേ? എനിക്ക് നിന്നെ കാണണമെന്നുണ്ട്. കൊറേ നാളായില്ലേ? എനിക്കേ നിന്നെ കാണണമെന്നില്ല. അയ്യോ. ഹലോ മനീഷേ. അമ്മേ, ദേ, ഞാൻ അമ്മയുടെ കൈ കൊടുക്കാൻ പറയാൻ പോവായിരുന്നു. സുഖാണോ അമ്മയ്ക്ക്? അമ്മയോ? പനക്കലെ സുമിത്ര തങ്കച്ചി. അങ്ങനെയല്ലേ നീ ഇപ്പൊ എന്നെ പറഞ്ഞത്? അത് വെറുതെ ചുമ്മാ ലൈലേനെ ഒന്ന് മൂപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യ. കേസ് ഒതുക്കി തീർക്കാൻ ഒരു വഴിയും ഞാൻ കാണുന്നില്ല. അതിനുവേണ്ടി മുടക്കാൻ ഒരു പൈസയില്ല. നന്ദേച്ചിയോടൊന്ന് സൂചിപ്പിക്കാൻ പറഞ്ഞിട്ട് അവളോട് ഞാൻ ഈ കാര്യം എങ്ങനെ പറയാനാ? അമ്മയ്ക്ക് ദുരഭിമാന ആണെങ്കി അങ്ങനെ ഇരുന്നോട്ടെ. അപ്പൊ ഞാൻ വീട്ടിലേക്ക് വരണ്ടെന്നാണോ? ഇത്രയും ദിവസം നീ മാറി നിന്നില്ലേ? ആ സമയത്ത് എന്തെങ്കിലും ഒരു ജോലി ചെയ്തുകൂടായിരുന്നോ? അത്രയും കാശ് കയ്യിൽ വരില്ലായിരുന്നോ? എന്ത് ജോലി ചെയ്യാനാ? പോയി വിമാനം പറപ്പിക്ക്, അല്ലെങ്കിൽ ട്രെയിൻ ഓടിക്ക്. എന്ത് ജോലി ചെയ്യണം പോലും അന്വേഷിക്കണം. നിന്റെ ആഹാരം മറ്റും എങ്ങനെയാ? ഇപ്പോഴെങ്കിലും ചോദിച്ചല്ലോ. കുറച്ച് കൂട്ടുകാരെ കയ്യിൽ നിന്ന് പൈസ മറിച്ചു. കൂട്ടുകാർക്ക് വേണ്ടി കുറെ ചെലവാക്കിയതല്ലേ, തിരിച്ചു സഹായിക്കട്ടെ. കേസിന്റെ കാര്യം പറയാമേ. എനിക്ക് അറിഞ്ഞുകൂടാ. നീ എന്താന്ന് വെച്ചാ ചെയ്യ്. ഇതും പറഞ്ഞ് നന്ദനെ വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എനിക്ക്. നീ ഒട്ട് അവളെ വിളിക്കുകയും വേണ്ട, കേട്ടല്ലോ? ഞാൻ ഫോൺ വെക്ക. ഹലോ അമ്മേ. അമ്മേ. വെച്ച ചാർജും തീർന്നു. ഇവിടെ വന്നപ്പോ മീനത്തേലിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാന്ന് തോന്നല്ലേ? വെറുതെ ഇരിക്കാനാ എനിക്ക് പാട്. എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കണം, അല്ലെങ്കിൽ ആരോടെങ്കിലും 2 വർത്താനം പറഞ്ഞോണ്ടിരിക്കണം. ആഹാ, നല്ലപോലെ ചൂലുണ്ടാക്കാൻ അറിയാലോ മീനത്തേലിന്. ഉണ്ടാക്കാൻ മാത്രല്ല, ചൂലെടുക്കാനും നല്ലവയ്ക്ക് അറിയാം. കൊച്ചാണെങ്കിലും കാര്യഗൗരവമുണ്ട്. അല്ല, ഇന്ന് തിരിച്ചു പോണോന്നുണ്ടോ 2 പേർക്കും? പോണം. ഗോപിയെ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ, ശരീരസുഖമില്ലാത്ത കുട്ടിയാണ്. അല്ല,
അതിന്റെ ചികിത്സയ്ക്കുള്ള ചെലവും ഉദയേട്ടനായിരിക്കും നോക്കുന്നത്. ഉം, ഉം. അതിന്റെ മരുന്നിനുള്ള കാശും ഉദയേട്ടൻ മുടക്കുമല്ലേന്നാ ഞാൻ ചോദിച്ചത്. ആ, കേട്ടില്ലേ ഞാൻ പറഞ്ഞത്? ചെലപ്പോഴേ ചെവി കേക്കൂല മോളെ. ഓ കമ്പിളിപ്പതുപ്പേ എന്ന് പറഞ്ഞാൽ തീരെ കേക്കൂല. ഓ എന്നാലും ഞാൻ വിളിച്ചിട്ട് ഉദയൻ സാർ ഫോൺ എടുക്കാത്തത് എന്തായിരിക്കും? ബെല്ലുണ്ടായിരുന്നു. നല്ല കലക്കനായിട്ട് ബെല്ലടിക്കുന്നുണ്ടായിരുന്നു. ആ, എന്നാ വിളിക്കുന്നത് മീനത്തേലാണെന്ന് കണ്ടിട്ട് നന്ദന ഫോൺ എടുത്ത് മാറ്റി കാണും. അല്ലെങ്കിൽ സൈലന്റ് ആക്കി വെച്ചതായിരിക്കും. ആ മോൾ അങ്ങനെ ചെയ്യും. ആ മോൾ അതും ചെയ്യും, അതിനപ്പുറം ചെയ്യും. ഒരൊന്നൊന്നര മോളാ നന്ദന മോള്. അതെ, നിങ്ങൾ വന്നപ്പോ അവളിവിടെ ഇല്ലാതിരുന്നത് ഭാഗ്യമായെന്ന് വിചാരിക്കും. ഉണ്ടായാലെന്താ? പിന്നെ ഇന്ദ്രനെ ചന്ദ്രനെ എനിക്ക് പേടിയില്ല. പിന്നെ നന്ദനെ അതെങ്ങനെ പോട്ടെ എന്ന് കരുതി ഉദയൻ സാറിന്റെ ഭാര്യ എന്ന വിചാരം അത് വേറെ കാര്യം. ഉദയേട്ടനെ അത്ര വലിയ കാര്യമാണെന്ന് തോന്നുന്നുണ്ടല്ലോ. അല്ല, ഇത്രയും നേരം സംസാരിച്ചിട്ട് കണ്ണട വെച്ച മോക്കത് മനസ്സിലായില്ലേ? എനിക്കും എന്റെ കൊച്ചുമോക്കും ഉദയൻ സാറ് ദൈവ. ഇന്നും എന്നും അത് അങ്ങനെ തന്നെ ആയിരിക്കും. ആര് വിചാരിച്ചാലും അത് മാറ്റം വരുത്താൻ പറ്റൂല. പിന്നെ ഞാൻ കുഞ്ഞിന് കൊണ്ടുവന്ന വിവരം ഉദയൻ സാറിനോട് പറയണം. അത് മോളെ ഡ്യൂട്ടിയാ. അത് പിന്നെ പറയാതിരിക്കൂ. മീനത്തല്ലേ എനിക്ക് വല്ലാതങ്ങ് ഇഷ്ടായി. അതെയോ? ആണോ? എന്നാലേ ഈ ചൂലം കൊണ്ട് പിടിച്ചോ. വല്യമ്മയും കൊച്ചും സന്ധ്യക്ക് മുമ്പ് അങ്ങ് ചെന്ന് കാണുമായിരിക്കും അല്ലേ? കാറിൽ കൊണ്ടുവിടാന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ കേട്ടില്ലല്ലേ? അന്നേരം നമ്മൾ അവരുടെ താമസ സ്ഥലം എവിടാണെന്ന് അറിയില്ലേ? അങ്ങനെ ഇരിക്കുന്നെങ്കിലും കാഞ്ഞ ബുദ്ധിയാ കിളവിക്ക്. വണ്ടിക്കൂലിക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പൈസ കൊടുത്തിട്ടും വാങ്ങിയില്ല. എത്ര രൂപ നീ കൊടുത്തത്? 500-ന്റെ ഒരു നോട്ട്. 500? അവരത് വാങ്ങില്ലെന്ന് എനിക്ക് അറിയായിരുന്നു. അല്ലാതെ ഞാൻ 500 രൂപ കൊടുക്കുവോ? ഇവിടുന്ന് ഇറങ്ങിയപ്പോ ഫോളോ ചെയ്യേണ്ടതായിരുന്നു. ആരാ എവിടുന്നൊക്കെ അറിയണ്ടേ? അതിനൊക്കെ ഇനി അവസരം വരുമെന്ന്. അങ്ങനെ ഒരു പാർട്ടി അന്വേഷിച്ചു വന്നതായി നീ ഉദയേട്ടനോട് പറയാൻ പോകണ്ട. അല്ലെങ്കിൽ ആര് പറയുന്നു? അല്ലാതെ തന്നെ എപ്പോഴെങ്കിലും അറിയല്ലോ. അന്നേരം അതിന്റെ ബാക്കി നോക്കാം. ഇതിപ്പോ നന്ദനയ്ക്ക് അറിയാവുന്ന ഇടപാടാ. അല്ലെങ്കിൽ ഇതൊരു ഇഷ്യൂ ആക്കി ഉദയേട്ടനൊരു പണി കൊടുക്കായിരുന്നു. കൊടുത്ത പണികളൊക്കെ ഏറ്റിരിക്കല്ലേ? എന്താ ഫോൺ എടുക്കാത്തെ? പരിചയമുള്ള നമ്പറൊന്നും അല്ല. വല്ല ശല്യക്കാരായിരിക്കും, വെറുതെ ആളെ മെനക്കെടുത്താനായിട്ട്. എന്നാലും ഒന്ന് എടുത്തു നോക്ക്, അല്ലെങ്കിൽ ഞാൻ എടുക്കാം. വേണ്ട, ഞാൻ തന്നെ എടുത്തോളാം. ഹലോ, ആരാ? കേക്കാൻ വയ്യ. ഹലോ, ഇവിടെ റേഞ്ചും ഇല്ല. ഹലോ, നീ എന്തിനാ ഈ ആ സമയത്ത് വിളിച്ചത്? സ്റ്റെല്ല, ഞാൻ വീട്ടിലാ. കാർത്തിക അടുത്തുണ്ട്. നാളെ കാണാം. എന്താ? നീ വെറുതെ എന്നെ കുഴപ്പിക്കല്ലേ. അതെന്റെ മാത്രം കുറ്റമാണോ? സ്റ്റെല്ല, അത് നമ്മൾ രണ്ടുപേരുടെ മിസ്റ്റേക്കാ. ചുമ്മാ എന്നെ മാത്രം പഴിചാരല്ലേ. തരാന്ന്. നാളെ സംസാരിക്കാം. ഇല്ല, കാണാം. നീ ഫോൺ വെക്ക്. അവള് കേട്ടോ ആവോ? പിരിവുകാരാ, ഭയങ്കര ശല്യമാന്നേ. നാളെ കാണാന്ന് പറഞ്ഞു. എന്തെങ്കിലും കൊടുത്തേക്കാം. നീ പോയൊരു ചായ എടുത്തേ, ഭയങ്കര തലവേദന.
അമ്മേ ഡീ ലൈലേ എടീ കഥ തുറക്കാൻ. എടി ലൈല, ഞാനാ മനീഷേട്ടൻ. തുറക്കടി. ഇവിടെ ചത്ത. എടി ഒന്ന് തുറക്കാൻ. തുറന്ന. ഹലോ ലൈലേ. അയ്യോ രക്ഷപ്പെട്ട്. അയ്യോ ലൈല ഇപ്പൊ ആ മുറിയിലല്ല കിടക്കുന്നത്. മനീഷേട്ടാ, വല്ലയിടത്തൊക്കെ പോയി നിന്ന് ഫോൺ വിളിച്ചാൽ മതിയുടെ കഴുതേ. എന്താ നിന്റെ ഉദ്ദേശം? എനിക്കൊരു ഉദ്ദേശവും. അമ്മ എന്തെങ്കിലും ഉദ്ദേശിച്ചാൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ. അതിനാണ് നീ ഓരോ പരിപാടി ഒപ്പിച്ചു വെക്കുന്നത്. ഞാൻ എന്തുദ്ദേശിക്കാനാ? അമ്മ ചന്ദ്രൻപിള്ളയെ കാണണം, കാര്യങ്ങളൊക്കെ സംസാരിക്കണം. അയാൾ കേസിൽ നിന്ന് പിന്മാറിയ ഞാൻ രക്ഷപ്പെടും. നമുക്ക് അങ്കിളിനെ പോയൊന്ന് കാണാമേ. ഞാനും വരാം. കണ്ടിട്ട് എന്ത് പറയാനാ? ഇവൻ ഓരോ കള്ളക്കേസ് കാണിച്ചത് മറക്കാൻ പറയണോ? ചന്ദ്രൻപിള്ള അയഞ്ഞു തരുമെന്ന് തോന്നുന്നില്ല. എനിക്ക് വേണ്ടി ഒരു വാക്ക് ചന്ദ്രൻപിള്ളയുടെ ചോദിക്കാൻ അമ്മയ്ക്ക് വയ്യ. അതാ കാര്യം. അതെ, എനിക്ക് വയ്യ ഒരുത്തന്റെ കാല് പിടിക്കാൻ. പോലീസുകാർക്ക് പൈസ കൊടുത്താ ഒതുക്കി തീർക്കാൻ പറ്റുമോ? എങ്കിൽ ഞാനൊന്ന് അമ്മയോട് സംസാരിക്കാം. നിന്റെ അമ്മയുടെ പൈസ ഇക്കാര്യത്തിന് വേണ്ടാന്ന് ഞാൻ പലതവണ പറഞ്ഞു കഴിഞ്ഞു. അമ്മേ, അമ്മ ഈ സ്വഭാവം കൊണ്ടിരുന്നോ? ഞാൻ ആ എസ് ഐയുടെ മുമ്പിൽ കീഴടങ്ങാൻ പോവാ. അയ്യോ മനീഷേട്ടാ, വേണ്ട മനീഷേട്ടാ, അവർ ഉപദ്രവിക്കൂലേ? ഇല്ല, അവര് കെട്ടിപ്പിടിച്ച് ഉമ്മ തരും. ഒന്ന് പോടിയിടുന്നു. തല്ലെങ്കിൽ തല്ല്. അതെ, ഈ അവഗണനയേക്കാൾ നല്ലത് അത് തന്നെയാ. ഞാൻ കീഴടങ്ങാൻ പോവാ. അമ്മേ, ഇത് കേട്ടോ അമ്മേ? മനീഷേട്ടൻ കീഴടങ്ങാൻ പോവാന്ന്. മനീഷേ, ചന്ദ്രൻപിള്ളയെ കണ്ടിട്ട് ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പോലീസുകാർക്ക് കൈക്കൂലി കൊടുക്കുന്ന കാര്യം. അതിനുവേണ്ടി നന്ദനയുടെ മുമ്പിൽ ചെല്ലാനും എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അമ്മേ, ഞങ്ങളുടെ വീട്ടിൽ ഞാനൊന്ന് സംസാരിക്കാം. വേണ്ടടി, ആരോട് സംസാരിക്കണ്ട. പോലീസുകാരെന്നെ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. ഞാൻ നേരെ സ്റ്റേഷനിൽ ചെല്ലുക. കൂടി വന്നാൽ തല്ലി കൊല്ലുമായിരിക്കും. കൊല്ലട്ടെ, എനിക്കൊരു പേടിയില്ല. അയ്യോ പോലീസ് ജീപ്പ് എന്നെ. അയ്യോ മനീഷേട്ടാ, പോടിയോടുന്നു. അവിടെ നിക്ക്. നിന്നിട്ട് വേണം അവന്മാർ എന്നെ പിടിച്ചോണ്ട് പോവാൻ. മനീഷേട്ടാ പോവല്ലേ? അയ്യോ ശ്ശോ. പോലീസൊന്നും അല്ല, ഒരു പേടി. ഇവനാണോ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങാൻ പോകുന്നത്? മനീഷേട്ടനെ സഹായിക്കാൻ എന്റെ അമ്മയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അമ്മേന്ദ്ര പിന്നെ തടസ്സം പറയുന്നേ? കാര്യം ഉണ്ടെന്ന് വെച്ചോ. എന്ത് കാര്യം? അത് പറഞ്ഞേ പറ്റൂ. കഥ കടിച്ചിട്ടേ വന്ന് കിടക്കാൻ നോക്ക്. ഹലോ, വർമ്മയല്ലേ? ഏത് വർമ്മയാ ഉദ്ദേശിച്ചത്? ഏത് വർമ്മയെ ഉദ്ദേശിക്കണം? നിങ്ങൾക്ക് ആള് മാറിപ്പോയെന്ന് തോന്നുന്നു. എനിക്കല്ല, വർമ്മയ്ക്ക് ആള് മാറിയത്. സെൽഫോണിൽ പലതവണ വിളിച്ചു, നിങ്ങൾ അറ്റൻഡ് ചെയ്തില്ല. ഒരാളുടെ ലാൻഡ് നമ്പർ ട്രേസ് ചെയ്തെടുക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടില്ലെന്ന് അറിയാലോ. മിസ്റ്റർ, നിങ്ങൾ ഈ പറയുന്ന കേക്ക്. ഇനി ലൈനും കൂടി കട്ട് ചെയ്താ വീട്ടിലേക്കുള്ള വഴി എനിക്കറിയാം. ഞാൻ നേരിട്ട് വന്ന സംഗതി ബോറായിരിക്കും. അത് ഒഴിവാക്കുന്ന നിങ്ങൾക്ക് നല്ലത്. പണം കഴിയുന്നതും നേരത്തെ തന്നാൽ ഞാൻ പിന്നെ ശല്യം ചെയ്യില്ല. പണോ? ഏത് പണമെന്ന് ചോദിക്കരുത്, എന്റെ സ്വഭാവം മാറും. ക്യാഷുമായിട്ട് ഉടനെ നിങ്ങളെ ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങള് പേര് പറഞ്ഞില്ല.
ഹലോ യതീന്ദ്രനൊരു ഫോൺ ഉണ്ടായിരുന്നു. ആരാ? ആരാന്നറിയില്ല, കട്ട് ചെയ്തു. ഏതോ പണം ആവശ്യപ്പെട്ടിട്ടുള്ള കോളായിരുന്നു. ആർക്കാ ക്യാഷ് കൊടുക്കാനുള്ളത്? ഞാൻ ആർക്കും കാശ് കൊടുക്കാനില്ല. ആരെങ്കിലും നമ്പർ മാറി വിളിച്ചതായിരിക്കും. അല്ല, എന്റെ ശബ്ദം കേട്ട് യതീന്ദ്രനാണെന്ന് ആൾ തെറ്റിദ്ധരിച്ചു. സംസാരത്തിന്റെ ടോൺ കേട്ടിട്ട് ആളത്ര ശരിയല്ലാന്ന് തോന്നുന്നു. പേര് പറഞ്ഞില്ലേ? ഇല്ല, അപ്പോഴേക്കും ഫോൺ വെച്ചു. പേര് പറഞ്ഞിരുന്നെങ്കിൽ ആർക്കാണ് പണം കൊടുക്കാനുള്ളതെന്ന് ഓർക്കുമായിരുന്നു. അതല്ല, ആരാന്നറിഞ്ഞിരുന്നെങ്കിൽ മേലാലും വിളിക്കരുതെന്ന് പറയായിരുന്നല്ലോ. അതിലും നല്ലത് ഇമാതിരി സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതാണ്. ഇത്തരം കോളുകളും